നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനൊരു കാര്യം പുറത്തറിഞ്ഞാൽ ആളുകളെ പുച്ഛത്തോടെയല്ലേ നോക്കുക? ആളുകൾ കൂകി വിളിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ നടക്കണോ സർ? സർ, ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്. നീതിയെയും നിയമത്തെക്കുറിച്ചൊക്കെ എന്റെ ഭർത്താവ് ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജീവന്റെ കൺമുന്നിൽ കൂടെയല്ലേ അവരെന്നെ കൊണ്ടുവന്നത്. അതിൽ കൂടുതൽ ഞാൻ എന്താ സഹിക്കേണ്ടത്? അവളുടെ അവന്റെയും വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. അവന് ഒരല്പ നിയമപരിജ്ഞാനം കൂടുതലാണ്. അതൊന്ന് മാറ്റി കൊടുക്കണേ സാറേ. വേണ്ട. സർ ആ സർ ആ ഓക്കെ സർ. സാർ എന്താ സാർ, ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാർ ആർക്ക് ഏജൻസിയിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക. സാർ, നിത്യ ഒരു ടീച്ചറാ, ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ സ്റ്റേഷനിൽ എന്താടോ, ഞങ്ങൾക്കാർക്കും കുഞ്ഞുങ്ങളും ബന്ധുക്കളൊന്നും ഇല്ലേ? കുട്ടികളെ പഠിപ്പിക്കുന്നവർ സ്റ്റേഷനിൽ നിന്നെന്താ കുഴപ്പം? പ്ലീസ്, സാറിന്റെ സംസാരം കേൾക്കുമ്പോ നിങ്ങൾ എല്ലാവരും കൂടി കരുതി കൂട്ടി ഞങ്ങൾ ഉപദ്രവിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ കേട്ടോ സാറേ, സാറ് വേറെ ആരുടെയോ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചോണ്ട് ഇവരെ രണ്ടുപേരെയും കരുതിക്കൂട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണെന്ന്. സാർ, നിത്യ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ പറയുന്നൊക്കെ ശരിയായിരിക്കും. അബദ്ധത്തിൽ ഞങ്ങൾ പോയ ഹോട്ടലില് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അതിന് പഴിചാരേണ്ടത് ഞങ്ങളെയല്ല. പിന്നെ ആടാ, നീ എന്നെ പോലീസ് പണി പഠിപ്പിക്കണോ? സാറ് ചെയ്യുന്ന പണിയുടെ പേര് പോലീസ് പണി എന്നല്ല, അതിന് നാട്ടിലെ പേര് വേറെ. അയ്യോ, നീ ആരാടാ പോലീസിനെ കൈപിടിക്കാൻ? നിനക്ക് എന്താണോ അധികാരം? സംശയിക്കാനുണ്ടോ സാറേ? ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചു കഴിഞ്ഞാ ഉടനെ വരുമല്ലോ അവളുടെ പറ്റുകാരൻ. സാറേ, ഇവരെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇവര് ഭാര്യയും ഭർത്താവുക. ഹരി ഒരു നല്ല സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. നിത്യ സ്കൂൾ ടീച്ചറാ. പ്ലീസ് ബിലീവ് മീ സാർ. ഒന്നങ്ങോട്ട് നീക്കി നിർത്തിക്കോ. ഞങ്ങളിപ്പോ വരാം. ദൈവമോ ശരവണ. வருதம்மா ஆட்டோ கொஞ்சம் முன்னாடி போங்க. அம்மா என்னாச்சு? മതി മതി, സംസാരിക്കാനുള്ളതൊക്കെ ആദ്യം സാറിനോട്. എന്നിട്ട് മതി പുന്നാരം കാണിക്കലൊക്കെ. അങ്ങോട്ട് ചെല്ല.
ഇപ്പൊ വരാം. അമ്മ ഉള്ളപ്പോ വാ. സർ, എന്താ സർ കാര്യം? എന്തിനാ സാർ ഇവരെ പിടിച്ചോണ്ട് വന്നത്? നിങ്ങളിതിൽ ആരുടെ അമ്മയാ? നിത്യമോളുടെ. ഇവര് ഭാര്യ ഭർത്താവാണോ? അതെ സർ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലാ താമസിക്കുന്നത്. ആമാ ഇവരെന്തെങ്കിലും സമ്മാനം വാങ്ങിക്കാൻ പോകുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു? சொல்லிருக்கு சார் சொல்லிருக்கு. அது வந்து ஆர்கே ஏஜென்சிஸ் ஒரு கடையில் இருந்து கிடைச்சது. அது வாங்குறதுக்கு தான் போയത്. സർ, ஆமா എന്റെ മക്കൾ ഇതുവരെ ഒരു കുഴപ്പത്തിനും പോയിട്ടില്ല. സാർ വേണമെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടോ നിത്യ പഠിപ്പിക്കുന്ന സ്കൂളിലോ ഹരി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ ഒക്കെ ഒന്ന് വിളിച്ചു ചോദിക്കാം. ஆமா ஆமா സർ, അവരുടെ പേരിൽ ഒരു പരാതി പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. சார் ஆமா. എന്റെ പൊന്ന് സാറേ, ഇതൊന്നും കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ തോന്നില്ല. എന്താ സർ നിങ്ങൾ പറയുന്നത്? ഒരമ്മയ്ക്ക് മക്കളെ കുറിച്ച് കള്ളം പറയേണ്ട കാര്യമുണ്ടോ? സർ, ഇങ്ങനൊരു കാര്യം പുറത്തറിഞ്ഞാൽ ആളുകളെ പുച്ഛത്തോടെയല്ലേ നോക്കുക? ആളുകൾ കൂകി വിളിക്കുന്ന അവസ്ഥയില് ഞങ്ങൾ നടക്കണോ സർ? സർ, ഞാനൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്. നീതിയെയും നിയമത്തെക്കുറിച്ചുമൊക്കെ എന്റെ ഭർത്താവ് ഒരുപാട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. രാജ്യത്തിന് കാവല് നിൽക്കുന്ന ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് പറയുന്നത്. ആ ഒരു പരിഗണനയെങ്കിലും എനിക്ക് തരണം സർ. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? രഘു. അയാളിപ്പോ എവിടെ ഉണ്ട്? ഇന്തോ ചൈന ബോർഡറിലാണ് സർ. ഞങ്ങളുടെ നടപടിയിൽ നിങ്ങൾക്ക് അതൃപ്തി തോന്നിയിട്ട് കാര്യമില്ല. ഇവര് തുടങ്ങിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിനെ കുറിച്ചുള്ള പരാതികൾ ഇവിടുത്തെ പല സ്റ്റേഷനുകളിലും ഉണ്ട്. പിന്നെ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. പണ്ട് ക്രിമിനൽസിനെ മുഖം നോക്കി തിരിച്ചറിയാം. ഇന്നങ്ങനെയാണോ? എല്ലാവരും അന്തസ്സായിട്ട് ഒരുങ്ങി ഇറങ്ങിയല്ലേ നടക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.